എല്ലാവർക്കും നമസ്കാരം. സെപ്റ്റംബർ 15 ലിംഫോമ ക്യാൻസർ അവയർനെസ് ഡേ ആയിട്ട് ആഘോഷിക്കപ്പെടുന്നു. ലിംഫോമ ഒരു രക്തസംബന്ധമായ ക്യാൻസറിൻ്റെ ഒരു വകഭേദമാണ്. നമ്മൾ ഈ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത് ലുക്കീമിയ എന്ന് പറഞ്ഞ പേരാണ്. അപ്പോൾ അതിൻ്റെ ഒരു വകഭേദമായിട്ട് ഈ ലിംഫോസൈറ്റ്സ്, ഈ ബി ലിംഫോസൈറ്റ്സ്, ടി ലിംഫോസൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരുതരം ക്യാൻസറുകളുടെ പേരാണ് ലിംഫോമ. ലിംഫോമ നമ്മുടെ നാട്ടിൽ വളരെയധികം കാണപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരു ടോപ്പ് 10 ക്യാൻസേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 4ാം സ്ഥാനം 5ാം സ്ഥാനം ലിംഫോമയിലുണ്ട്. ലിംഫോമയുടെ അളവ് വർദ്ധിച്ചു വരുന്നു എന്നൊക്കെ ചില പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ലിംഫോമ വരുന്നു എന്നുള്ളത് കൃത്യമായിട്ടൊരു ഉത്തരം ഇതുവരെ ആർക്കും ഇല്ല. ഇപ്പോൾ നമ്മളൊരു പുകവലിച്ചാലോ അല്ലെങ്കിൽ ജീവിതശൈലി രോഗവുമായിട്ടൊന്നും ലിംഫോമയ്ക്ക് ബന്ധമില്ല. പണ്ടൊക്കെ കുറച്ച് വൈറൽ ഇൻഫെക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഭൂരിഭാഗം ലിംഫോമകൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് അറിയില്ല. അതാണ് അതിൻ്റെ ഉത്തരം. ലിംഫോമ പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞൊരു സ്കാനിൽ ഏത് സ്റ്റേജിലാണെന്ന് കണ്ടുപിടിക്കുകയും ബയോപ്സി അഥവാ ഒരു പാത്തോളജി ഡോക്ടറാണ് ഒരു ലിംഫോമയുടെ ഫൈനൽ ഡയഗ്നോസിസ് തരിക. അപ്പോൾ ബയോപ്സി വളരെ പ്രധാനമാണ്. നമ്മളൊന്നില്ലേ കടലകളിൽ നിന്ന് കുത്തി ബയോപ്സി എടുക്കും, ഇല്ലെങ്കിൽ കീറി ഒരു കടല പുറത്തേക്ക് എടുക്കും. അപൂർവമായിട്ട് അവയവങ്ങളിൽ നിന്ന് കുത്തിയിട്ടായിരിക്കും ചിലപ്പോൾ ലിംഫോമ തെളിയിക്കുന്നത്. പക്ഷെ ഒരു പാത്തോളജി ഡോക്ടറുടെ സഹായമില്ലാതെ ഒരു ലിംഫോമയുടെ ട്രീറ്റ്മെൻറ്റ് പറ്റാറില്ല. അതിൽ വിവിധ ടൈപ്പ് 10-28 വിഭാഗം ലിംഫോമയുണ്ട്. ലോ ഗ്രേഡ്, ഹൈ ഗ്രേഡ്, ബി സെൽ, ടി സെൽ. അപ്പോൾ അതിൽ ഏത് ലിംഫോമയെന്നനുസരിച്ച് ഓരോ ലിംഫോമയ്ക്കും വ്യത്യസ്തമായ ചികിത്സകളാണ്. ഒരു തവണ ഡയഗ്നോസിസ് അല്ലെങ്കിൽ അസുഖം മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞൊരു സ്കാനിലൂടെ മിക്ക ലിംഫോമ രോഗികളെയും കടത്തിവിടാറുണ്ട്. ഹോൾ ബോഡി സ്കാൻ ചെയ്താലേ നമുക്ക് സ്റ്റേജ് അറിയാൻ പറ്റുള്ളൂ. ഏത് അവയവത്തിനെയും നമ്മുടെ ശരീരത്തിൽ ലിംഫോമ ബാധിക്കാം. തലച്ചോറ് മുതൽ കാലുകൾ വരെ എവിടെ വേണമെങ്കിലും ലിംഫോമ ബാധിക്കാം. ആ സ്റ്റേജ് അനുസരിച്ചിട്ട് ഏത് ടൈപ്പാണെന്നനുസരിച്ചിട്ട് കൃത്യമായി ചികിത്സ കൊടുത്താൽ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ക്യാൻസറെക്കാട്ടിലും അല്ലെങ്കിൽ ബാക്കി മിക്ക ക്യാൻസറുകളെക്കാട്ടിലും വളരെയധികം ഗുണപ്പെടുന്നൊരു ക്യാൻസറാണ് ലിംഫോമ. കീമോതെറാപ്പി എന്ന് പറഞ്ഞ ഒരു വണ്ടർ ഡ്രഗാണ് ലിംഫോമയെ ഇത്രയധികം ഗുണപ്പെടുത്താനുള്ള കാരണമായി മാറിയത്. കീമോതെറാപ്പികൾ പാർശ്വഫലങ്ങൾ കുറഞ്ഞതുകൊണ്ട് കുറച്ച് സ്ട്രോങ് ആയ കീമോതെറാപ്പികളുണ്ട്. 2 ആഴ്ച ഇടവേളയിൽ 3 ആഴ്ച ഇടവേളയിൽ കൊടുക്കുന്ന ഇഞ്ചക്ഷൻസാണ്. കുറച്ച് രോഗികൾക്ക് റേഡിയേഷൻ തെറാപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റുകളും ആവശ്യപ്പെടാറുണ്ട്. പക്ഷെ പൊതുവെ ഒരു 6 മാസത്തെ ദൈർഘ്യമുള്ള ചികിത്സയാണ് മിക്ക ലിംഫോമയ്ക്കും വേണ്ടി വരിക. ഭൂരിഭാഗം ലിംഫോമകളും 100-ൽ 100 അല്ലെങ്കിലും ഒരു 70%, ചില ഹോച്ച്കിൻസ് ലിംഫോമയ്ക്ക് 80% കൂടുതലും ഗുണപ്പെടുന്ന ഒരു അസുഖമാണ് ലിംഫോമ. അപ്പോൾ ലിംഫോമ കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇന്നും ക്യാൻസറുകളിൽ ഏറ്റവും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ക്യാൻസറുകളൊന്നായിട്ട് ലിംഫോമ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ പുതിയ ചികിത്സകൾ, ഇപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞൊരു ചികിത്സ വന്നതിന് ശേഷം മാറാത്ത ലിംഫോമാസ്, ഇപ്പോൾ ഞാൻ 70-80% പറഞ്ഞെങ്കിലും ബാക്കി 20%-ന് ഇപ്പോൾ ഇമ്മ്യൂണോതെറാപ്പികളുണ്ട്. ഇതിൻ്റെ പുറമെ ഒരു നൂതന ചികിത്സയായിട്ടുള്ള കാർ ടി സെൽസ് അഥവാ കൈമറിക് ആൻറ്റിജൻ റിസപ്റ്റർ ടി സെൽസ് എന്ന് പറയും. അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഇതൊക്കെ തിരിച്ചു വരുന്ന ലിംഫോമാസിന്, അല്ലാതെ മാറാതെ നിൽക്കുന്ന ലിംഫോമാസിന് മജ്ജ മാറ്റിവെക്കൽ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്. അപ്പോൾ ലിംഫോമയുടെ ചികിത്സ അടിമുടി മാറിക്കഴിഞ്ഞു. ലിംഫോമ നമ്മളൊരു ഭൂരിഭാഗം ലിംഫോമയും കീഴടക്കാൻ പറ്റുന്നൊരിതിലാണ് നിൽക്കുന്നത്. എന്നാലും ചില രോഗികൾക്ക് കൺട്രോൾ ആവാതെ വരാറുണ്ടെങ്കിലും ഭൂരിഭാഗം രോഗികളും ആരോഗ്യവാന്മാരായി തിരിച്ച് ജീവിതത്തിലേക്ക് കടക്കാൻ ഈ ലിംഫോമ ചികിത്സ കൊണ്ട് പറ്റാറുണ്ട്. താങ്ക് യു.